ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇതാ മഴയൊക്കെ പെയ്ത്, മഴയെന്ന് വെച്ചാൽ ചാറ്റൽ മഴയുള്ളായിരുന്നു കേട്ടോ, വലിയ മഴയൊന്നും പെയ്തില്ല. പെയ്തും അതാ ചെടികളും മരവും എല്ലാം നനഞ്ഞ് നല്ല ഭംഗിയിൽ നിൽക്കുക കേട്ടോ. എനിക്കാണെങ്കിൽ 2-3 ദിവസമായിട്ട് പനിയായിരുന്നു കേട്ടോ. അത് കാരണം വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇച്ചിരി പനി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് അരിയൊക്കെ അടപ്പത്തിട്ട് പയറും ഒക്കെ വേവിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ വീഡിയോ ഒന്ന് എടുക്കാമെന്ന്. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാമെന്ന്. മത്തൻ എരിശ്ശേരി വെക്കാനായിട്ട് വൻപയർ വേവിച്ച് വെച്ചേക്കാം, മത്തൻ അടുപ്പിലിരിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെങ്കിൽ ഒരു നെമ്മീൻ തലയുടെ റെസിപ്പിയും കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും തക്കാളിയും എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താണ്ട് ഞാനൊരു 3 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ആ കറിക്കുള്ളതാണേ. അപ്പോൾ ഈ ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ ഈ മുളക് പൊടി ഒന്ന് ചൂടാക്കി വെക്കാം കേട്ടോ. ചട്ടി ചൂടാവാൻ വെച്ചതാണേ, അങ്ങ് തീ അതിനകത്തൂടെ വരുന്നതാണ്. അപ്പോൾ ഇനി അത് എണ്ണ ഒഴിച്ചില്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്നത് മറ്റേ തീ ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് ഇച്ചിരി ഉലുവായിട്ട് കടുക് ഇട്ട് കേട്ടോ. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കാണെങ്കിൽ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലേ, അത് ഇച്ചിരി അധികം വേണം കേട്ടോ. നമ്മൾ സാധാരണ കറിക്കിടുന്നതിനൊക്കെ ഇച്ചിരി കൂടെ ഇടണം. തലയല്ലേ, നെമ്മീൻ്റെ തലയാണേ. കഴിച്ചിട്ടുള്ളവർക്കറിയാം നെമ്മീൻ കറിയേക്കായി ടേസ്റ്റ് ആയിരിക്കും നെമ്മീൻ തലയ്ക്ക് കേട്ടോ. ചുമന്നുള്ളി മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ, സവാള എടുക്കരുത്. ചുമന്നുള്ളി ഉപയോഗിച്ചാൽ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടായിരിക്കത്തുള്ളൂ കേട്ടോ. ഇച്ചിരി അധികം ചുമന്നുള്ളി ചേർക്കണം കേട്ടോ. പിന്നെ ഉപ്പും ഇട്ട് അതൊന്ന് വഴറ്റണേ. ഒന്ന് വഴലാൻ ചെറിയ തീ വെച്ചിട്ട് അതൊന്ന് വഴട്ട്. അപ്പോഴത്തെ ഉപ്പ് എടുക്കാൻ നേരത്തെ എൻ്റെ കയ്യിൽ നിന്ന് കുറേ ഉപ്പ് അങ്ങ് തറയിൽ വീണ്, കുറേ ഉപ്പല്ല, ഇങ്ങനെ അത് എന്തരിനകത്ത് തട്ടി അങ്ങ് അവിടെ അങ്ങ് വീണ് കേട്ടോ. ഗ്യാസിൻ്റെ വയറുണ്ടോ, ട്യൂബില്ലേ, അതിനകത്ത് തട്ടി അവിടെ അങ്ങ് വീണ് കേട്ടോ. അത് കയ്യോടെ അങ്ങ് തുടച്ച് മാറ്റുവാണേ. ഞാൻ പിന്നെ ഇതാ ഇപ്പോൾ എടുത്ത് കാണിച്ചില്ലേ, അത് ഇന്നലെ ഇട്ട അച്ചാറാണ് കേട്ടോ. മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും ഇട്ടു. പനിക്ക് മുമ്പ് ഞാനതെടുത്ത് ശരിയാക്കി വെച്ചിരുന്നത്, ഇപ്പോഴാണ് ഇട്ടത്. ഇനി ഞാൻ വിചാരിച്ച് തലക്കറിയല്ലേ, അതുകൊണ്ട് ഇച്ചിരി ഫ്രഷ് കറിവേപ്പില വെച്ചാണ് കേട്ടോ. ഇതെൻ്റെ ഒരു കറിവേപ്പില, ഇനി ഒരു കറിവേപ്പ് മരവും കൂടെ ഉണ്ട് കേട്ടോ എനിക്ക്. നല്ല കറിവേപ്പില പിച്ചിയത് ഇരിപ്പുണ്ട്. അന്നേരം ഞാൻ വിചാരിച്ച് ഇച്ചിരി ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇടാൻ, നല്ല മണമായിരിക്കട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ ഞാൻ കറിവേപ്പിലയൊക്കെ പോയി ഇച്ചിരി ഒടിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാൻ തല ഐസ് മാറാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുക കേട്ടോ. ഒരു തലയുടെ കുറച്ച് ഭാഗം ഞാൻ മുമ്പ് കറി വെച്ചായിരുന്നു കേട്ടോ. അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, പനിയൊക്കെ ആയത് കാരണം. പിന്നെ ഞാൻ ഇന്ന് ഇപ്പോൾ ഇച്ചിരി പനിയൊക്കെ ഇച്ചിരി കുറഞ്ഞ കാരണം ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അതിനകത്തോട്ട് തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ടേ. അതും കൂടെ ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടി അനത്തി വെച്ചില്ലേ, അതെല്ലാം അങ്ങ് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ ഈ കറിക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് അരച്ചെടുക്കുമ്പോഴാണ് ഒരു കൊഴുപ്പ് കിട്ടുന്നത് കറിക്ക്. അല്ലെങ്കിൽ ഒരുമാതിരി വെള്ളം പോലെ ഇരിക്കും. പൊടിയായിട്ട് തന്നെ നമ്മൾ ഉള്ളി വഴട്ടിയതിനകത്ത് ഇടുവാണെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പ് കാണത്തില്ല കേട്ടോ. ഇതേണക്കതാ ഇച്ചിരി വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോഴും നല്ല കുറുകിയ കണക്കുള്ള ഗ്രേവി കിട്ടും കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനതെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആണെങ്കിൽ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടെ, നമ്മൾ നേരത്തെ പിച്ചിക്കൊണ്ടുവന്നുള്ള പകുതി കറിവേപ്പില ഇട്ട് കേട്ടോ, അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലേ, അതും കൂടി ഒഴിച്ച് കേട്ടോ. പിന്നെ കുറച്ച് ഒരുപാട് ഗ്രേവി വേണ്ട കേട്ടോ. തലക്കറി ആകുമ്പോൾ ഒന്നും പറ്റി കുറുകിയിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം ആ ജാറും കൂടെ ഒന്ന് കഴുകി ഒഴിച്ചതേ ഉള്ളൂ ഞാൻ കേട്ടോ. ഒരുപാട് അങ്ങ് ഗ്രേവി ആക്കുന്നില്ല, തലയൊന്ന് വെന്ത് വരാനുള്ള വെള്ളം ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ കുടംപുളിയാണ് ചേർക്കുന്നത് കേട്ടോ, പുളിക്ക് വേണ്ടി. മറ്റേ പുളിയും ചേർക്കാം, പക്ഷേ ടേസ്റ്റ് കുടംപുളി ചേർക്കുന്നതാണ് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കാണെങ്കിൽ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ അടുപ്പിൽ തീ കുറച്ചങ്ങ് പോയി. പിന്നെ ഞാൻ ആദ്യം മുതൽ വീണ്ടും ആ വിറകൊക്കെ വെച്ച് ഊതി പറ്റിക്കുക കേട്ടോ. നമ്മളാണെങ്കിൽ അടുപ്പിൽ തീ നോക്കിയില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കെട്ടുപോകും കേട്ടോ. ഇപ്പോഴത്തെ വിറക് ഞങ്ങൾ വേടിക്കുന്നതാണേ. പിന്നെ ഞാൻ ഇങ്ങനെയാണ് വെള്ളം ചൂടാക്കി കലത്തിനകത്തോട്ട് ഒഴിച്ച് വെക്കുക. അപ്പം അരി ഊറ്റിക്കഴിഞ്ഞിട്ട് ഈ വെള്ളം അങ്ങോട്ട് എടുത്ത് വെച്ച് പെട്ടെന്ന് അങ്ങ് തിളച്ച് കിട്ടും കേട്ടോ. കുടിക്കാനുള്ള വെള്ളം ഞങ്ങൾ ചോറ് വെക്കുന്ന കലത്തിൻ്റെ ഇരട്ടി വലിപ്പമുള്ള കലത്തിലാണ് ഞാൻ കുടിക്കാൻ വെള്ളം വെക്കുന്നത് കേട്ടോ. അത്രയും വെള്ളം ഉണ്ടായാലും ഇപ്പം അത്രയ്ക്ക് ചൂടല്ലേ നമുക്ക്, ഭയങ്കര ചൂടാണ്. എത്ര വെള്ളം കുടിച്ചാലും ദാഹം മാറത്തില്ല. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളയെ ഇവിടെ ചേട്ടൻ കുടിക്കാൻ സമ്മതിക്കത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ എല്ലായിടും മഞ്ഞപ്പിത്തവും അതും ഇതുമൊക്കെ അല്ലേ. അപ്പോഴത്തേക്ക് കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ തലയെല്ലാം പറക്കി കൊച്ചു കഷ്ണങ്ങളാക്കി ഞുറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊണ്ടുവന്നപ്പോൾ വലിയ കഷ്ണങ്ങളായിട്ടിരുന്നു, അത് ഞാൻ ഞുറുക്കി എടുത്തത് കേട്ടോ. ഇനിയാണെങ്കിൽ നമുക്ക് മത്തനും വൻപയറും കൂടി ഇട്ട് എരിശ്ശേരിക്ക് ഞാൻ
വേവിച്ച് വെച്ചിട്ടില്ലേ അതൊന്ന് അതിന് വേണ്ടുന്ന അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് പിന്നെ തേങ്ങ ചിരണ്ടി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ഉടച്ചതില്ലായിരുന്നു, അങ്ങനെ പിന്നെ തേങ്ങയൊക്കെ ഉടച്ചെടുത്ത് കേട്ടോ. പിന്നെ ദാണ്ട് തേങ്ങാ വെള്ളം, അതെൻ്റെ മാത്രം അവകാശമാണ് ഞങ്ങളുടെ വീട്ടിൽ കേട്ടോ. ചിലപ്പോഴൊക്കെ മോള് വഴക്കുണ്ടാക്കും, എനിക്ക് വേണം അമ്മ എന്നും പറഞ്ഞ്. അന്നേരം പിന്നെ ചിലപ്പോൾ അവൾക്കൊക്കെ കൊടുക്കും കേട്ടോ. എപ്പോൾ തേങ്ങ പൊട്ടിച്ചാലും വെള്ളം കുടിക്കുന്നത് ഞാനാണ് ഞങ്ങളുടെ വീട്ടിൽ കേട്ടോ. അപ്പോൾ അതാ തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കുക. തേങ്ങ ഇരുന്നപ്പോൾ എല്ലാവരും വിളി തുടങ്ങി. ചേട്ടൻ പറയുന്നത് പാല് വാങ്ങിക്കാനുള്ള പാത്രം എടുത്തുകൊണ്ട് പോവാ. അങ്ങനെ പിന്നെ ഞാൻ പാല് വാങ്ങിക്കാനുള്ള പാത്രം എടുത്ത് അങ്ങോട്ട് കൊണ്ടു കൊടുത്തിട്ട് പിന്നെയും വന്നങ്ങോട്ട് തേങ്ങ ചിരണ്ടാനായിട്ടിരുന്നപ്പം പറയണേ പഴം വാങ്ങിക്കാൻ പൈസ എടുത്തില്ല, പോയി പേഴ്സ് എടുത്തുകൊണ്ട് വരാമെന്ന്. എനിക്ക് ദേഷ്യം വന്നു കേട്ടോ. ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ട് എണീക്കുക ചേട്ടന് കേട്ടോ. അങ്ങനെ പിന്നെ ആ പേഴ്സ് എടുത്തുകൊണ്ട് കൊടുക്കുവാണേ. അങ്ങനെ പേഴ്സൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് ദാണ്ട കറി ഒരുവിധം തിളച്ചിട്ടുണ്ട് കേട്ടോ, പറ്റിയിട്ടില്ല കേട്ടോ. ഇനി ഒന്ന് ചെറുതായിട്ട് ഞാനൊന്ന് കരണ്ടി അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഇട്ടതാണ്. കാര്യം എന്ന് വെച്ചാൽ ചെവിട്ടിലങ്ങനെ പിടിക്കുമോ എന്നുള്ള പേടിയായിരുന്നു കേട്ടോ. പിന്നെ ദാണ്ട അപ്പോഴത്തേക്ക് അരിയൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ പിന്നെ അടച്ചിടുകയാണേ. കുടിക്കാനുള്ള വെള്ളം ദാണ്ട അടുപ്പത്തോട്ട് വെച്ച്. അപ്പോൾ ഒരുപാട് വിറകൊന്നും വേണ്ട, നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്ന വെള്ളമല്ലേ, അപ്പോൾ കുറച്ച് വിറവിട്ടുമ്പോഴത്തേക്ക് തിളച്ചോളും. പിന്നെ ദാണ്ട അപ്പോഴത്തേക്ക് ചേട്ടൻ പാലും പഴവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി എന്നും ചേട്ടൻ അമ്പലത്തിൽ പോവും. ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകാനായിട്ട് പോയതാണേ. പേരൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ എന്നും പോവും ചേട്ടൻ കേട്ടോ. ഇനി നമുക്കാണെങ്കിലേ എരിശ്ശേരി വെക്കാനുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ. അതിനകത്തോട്ട് ആവശ്യത്തിന് തേങ്ങ എടുക്കണേ. നമുക്ക് എത്ര അരപ്പാ ചേർക്കേണ്ട, എത്ര ക്വാണ്ടിറ്റി ഉണ്ട് അതനുസരിച്ച് വേണം നമ്മൾ അരപ്പുണ്ടാക്കാൻ കേട്ടോ. അതിനകത്തോട്ട് ഒരു പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയാണ് ഞാൻ ഇടിച്ചിടുന്നത്. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഇടുവാണെങ്കിൽ അത് അരയാതെ ഓരോന്നോരോന്നായിട്ട് കിടക്കാം കേട്ടോ. നമ്മളൊന്ന് ക്രഷ് ചെയ്തെല്ലാം എടുക്കത്തുള്ളൂ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകപ്പൊടി, ഇത്രയാണ് ചേർത്തത്. ഇനി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. വേണ്ട മത്തം വേവിച്ചതിനെല്ലാം ഞാനൊന്ന് ഉടച്ചു കൊടുക്കുവാണേ. പിന്നെ ഞാൻ വൻപയറാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ചേർത്തത് കേട്ടോ. മറ്റേ കൊച്ചു പയർ പച്ചപ്പയറുണ്ടല്ലേ, ആ ചെറുപയറും ചേർക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച അരപ്പുണ്ടല്ലേ അതും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ജാറൊന്ന് ഇച്ചിരി ഒന്ന് കഴുകിയെടുക്കണം. ഇച്ചിരിയെങ്കിലും ഒന്ന് കഴുകി ഒഴിച്ചില്ല എനിക്കൊരു ആശ്വാസം, ഒരു സമാധാനം കാണത്തില്ല. അതുകൊണ്ട് ഇച്ചിരി കഴുകി ഒഴിക്കും കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ട് ചെറുതായിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീ വെച്ചേക്കണം, അരപ്പൊന്ന് വേവാൻ വേണ്ടി. ആ സമയത്ത് നമുക്കാണെങ്കിൽ ഇച്ചിരി മോരും കൂടെ കാച്ചാം കേട്ടോ. മോര് കാച്ചുകയെന്ന് വെച്ചാൽ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത മോരുണ്ടല്ലേ, പുളിശ്ശേരി ഉണ്ടാക്കുകയെന്ന് പറയത്തില്ലേ, അതുണ്ടാക്കുവാണ് കേട്ടോ. അത് എല്ലാവർക്കും അറിയാലേ. ഒരു 2 അല്ലി ചുമന്നുള്ളിയും ഒരു ഉള്ളി വെളുത്തുള്ളിയും മഞ്ഞളും ജീരകവും ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് ഇതാ കറിയൊക്കെ വെന്തിട്ടുണ്ട്. ഞാനെന്നെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ്, കറിയുടെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരിച്ചിരി കുരുമുളക് കൂടി അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വിതറണം. ഇച്ചിരി കറിവേപ്പില ഇടണം. ഇനി ഇത് ഇളക്കണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ അടച്ചു വെക്കണം കേട്ടോ. ഇനി ആണെങ്കിൽ തീ ഓഫ് ചെയ്തേക്കണം. അപ്പോൾ അതങ്ങനെ ആവിയിലിരുന്ന് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ കറിക്ക്. എപ്പോഴാണെങ്കിലും നമ്മൾ വേറെ കറികൾ വെക്കുമ്പോഴും നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, നമ്മൾ സാധാരണ കറി വെക്കുമ്പോഴും കേട്ടോ. അങ്ങനെ പിന്നെ ഇതാണ്ട് ഞാൻ മോര് കാച്ചാനുള്ള അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ പുളിപ്പിച്ച തൈരാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുളിയൊക്കെ നോക്കും, എൻ്റെ ദേഹത്തൂടെയൊക്കെ വീണ് കേട്ടോ. പുളിയൊക്കെ നോക്കി അന്നേരം അതിനനുസരിച്ച് തൈര് ഒഴിച്ച് കൊടുത്താൽ മതിയല്ലേ. ഇച്ചിരി പുളി കുറഞ്ഞ തൈരായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഇന്നലെ അങ്ങോട്ട് ഒഴിച്ചതേ ഉള്ളൂ. ഇന്നലെയെന്ന് വെച്ചാൽ ഇപ്പം വോയിസ് കൊടുക്കുന്നതിൻ്റെ തിങ്കളാഴ്ച ഒഴിച്ച തൈരായിരുന്നു കേട്ടോ. ഇതിപ്പോൾ വീഡിയോ എടുത്തത് ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു, ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ വെള്ളിയാഴ്ചയാണ് ഞാനിപ്പോൾ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം എന്താണ്ട മോരൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തോട്ടൊരു പച്ചമുളക് അരിഞ്ഞിടും, ഇച്ചിരി കറിവേപ്പില ഇടും കാച്ചുന്നതിന് മുമ്പ് തന്നെ കേട്ടോ. ഇച്ചിരി കറിവേപ്പില ഇങ്ങനെ ഞെരടി ഇടണം, അന്നേരം നല്ലൊരു മണം ആ മോരിന് കിട്ടും കേട്ടോ. ഞങ്ങൾ മോരെന്നാണേ പറയുന്നത്, പുളിശ്ശേരി ചിലടത്ത് പുളിശ്ശേരി എന്നും പറയും ഇവിടെ കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടൊന്ന് കലക്കിയെടുക്കുക. കലക്കി എടുത്തിട്ട് നമ്മളൊന്ന് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊന്ന് ഉപ്പൊക്കെ നോക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി പുളി കുറവ് പോലെ എനിക്ക് തോന്നി. അത് ഡൗട്ട് കാരണം വീണ്ടും ഞാൻ ഉപ്പ് നോക്കി കേട്ടോ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് മോള് പറയുന്നത് ഇതിപ്പോൾ ഉപ്പ് നോക്കി തീർക്കുമല്ലേ അമ്മ. ഞാൻ പറഞ്ഞു ഇതിനെന്തോ ഒരു കുറവ് മോളെ, അതാ ഞാൻ വീണ്ടും ഉപ്പ് നോക്കുന്നതെന്ന്. പിന്നെ ഞാൻ ഇച്ചിരി തൈരും കൂടെ
2 കരണ്ടി തൈരും കൂടെ ഞാൻ വീണ്ടും അതിൽ ചേർത്തിട്ട് ആദ്യം ഒരു കരണ്ടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ വായിലോട്ട് ഒഴിച്ച് നോക്കി. എന്നിട്ടും ഒരു പുളി കുറവ് പോലെ തോന്നിയിട്ട് വീണ്ടും ഞാൻ ഒരു കരണ്ടി തൈരും കൂടെ അതിനകത്തോട്ട് ഒഴിച്ച് കേട്ടോ. ഇങ്ങനെ ഒത്തിരിയും വട്ടം ഉപ്പ് നോക്കിയോണ്ടാണ് മോള് പറഞ്ഞത് ഇതിപ്പോൾ ഉപ്പ് നോക്കി തീർക്കുമെന്ന് അമ്മ. അങ്ങനെ പിന്നെ ഇതാ മോരെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ചേട്ടന് പോവാറായിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ 8:45 ആകുമ്പോൾ പോവും കേട്ടോ. അങ്ങനെ ദാണ്ട മത്തനൊക്കെ റെഡി ആയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഇളക്കി മാറ്റി വെച്ച് ഇനി അതിന് കടുക് കാച്ചി ഒഴിച്ചാൽ മതി. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ എന്താ പുട്ടിന് മാവ് നനയ്ക്കാൻ പോവാണേ. ബക്കറ്റ് ഇരിക്കുന്നത് ഞങ്ങളെ വീട്ടിൽ പൊടിച്ചതും മറ്റേ കവറിലത് റേഷൻ കടയിലെ പൊടിയാണ്. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തങ്ങ് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് സ്പീഡിൽ ആക്കിയപ്പോൾ ഇച്ചിരി പൊടിയൊക്കെ തറയിലൊക്കെ വീണ് കേട്ടോ. പിന്നെ ഞാൻ എന്താ ഇത് ജാറിനകത്ത് ക്രഷ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ആണെങ്കിൽ അങ്ങനെ ഉണ്ടയായിട്ട് കിടക്കത്തില്ല കേട്ടോ. പിന്നെ ഞാൻ അവിടെ എല്ലാം ഒന്ന് കയ്യോടെ വൃത്തിയാക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുന്നതിനകത്തെല്ലാം മാവ് പറ്റിപ്പിടിക്കും കേട്ടോ. ആപ്പാട് ഇച്ചിരി സ്ഥലമേ ഉള്ളൂ. അത് അങ്ങനെ അഴുക്കാക്കി ഇട്ട് കഴിഞ്ഞാൽ എല്ലാ പാത്രം വെക്കുന്നതിനകത്തെല്ലാം അതാവും. പിന്നെ ഏതാണ്ട് ഈ പുട്ടുകടം കണ്ടോ, ഇത് പുതിയ പുട്ടുകട കേട്ടോ. എൻ്റെ പഴയ പുട്ടുകട ഉണ്ടല്ലേ, ഒരു ദിവസം ഞാനാണെങ്കിൽ പുട്ട് വയ്ക്കാൻ നേരം ഞാൻ മറന്നുപോയി വെള്ളം നോക്കാൻ കേട്ടോ. പുട്ട് വെച്ചിട്ട് ഞാനാണെങ്കിൽ വീണ്ടും പുട്ട് വെച്ചുകൊണ്ടേ ഇരുന്ന് അതിനകത്ത് വെള്ളമില്ലായിരുന്നു. ആ വെള്ളമില്ലാതിരുന്നിട്ട് ആ പുട്ടുകട അങ്ങ് തീയേറി പൊട്ടിപ്പോയി. അങ്ങനെ അത് ചോരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വേറെ അപകടങ്ങളൊന്നും പറ്റിയില്ല, പുട്ടുകടം അങ്ങ് പൊട്ടിപ്പോയെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ സൗണ്ട് കേട്ട് വന്ന് നോക്കിയപ്പം പുട്ടുകുടത്തിനകത്തൂടെ തീ വരുന്നു, പുട്ടുകുടം പൊട്ടിയിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ ഇപ്പോൾ പുതിയൊരു പുട്ടുകുടം വാങ്ങിച്ചേട്ടാ. അന്നുള്ള പുട്ടുകുടത്തിനാണെങ്കിൽ ഇച്ചിരിയുടെ കുറ്റിക്ക് വലിപ്പം ഉണ്ടായിരുന്നേ. ഇപ്പോൾ മേടിച്ച പുട്ടുകുടത്തിൻ്റെ കുറ്റിക്കാണെങ്കിൽ ഇച്ചിരി ചെറിയ പുട്ടുകുറ്റിയാണ് കേട്ടോ. അപ്പോൾ കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. നല്ല കാണാനൊരു ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. 240 30 രൂപയെങ്ങാണ്ടേ ആയിട്ടുള്ളൂ കേട്ടോ. കഴിഞ്ഞ മാസമാണ് ഞാൻ ഇത് വാങ്ങിയത്. നല്ല ഭംഗിയുണ്ട്. അന്നേരം മേടിച്ചെന്നിട്ട് ചേട്ടൻ പറഞ്ഞു ഇതും അങ്ങ് തീ കയറ്റി പൊട്ടിക്കുക കേട്ടോ, ശ്രദ്ധിക്കണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ല ചേട്ടാ, ഞാൻ ഇനി ഇത് ശ്രദ്ധിച്ച് ഉപയോഗിച്ചോളാം കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ മോര് കാച്ചാനായിട്ട് അടുപ്പത്ത് വെച്ചേക്കുകയാണേ. മോര് കാച്ചാൻ എന്തുവാ, സാധാരണ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെന്താ വറ്റൽമുളകും കറിവേപ്പിലയും ഇടും കേട്ടോ. അങ്ങനെയാണ് ഞാനത് ഉള്ളി ചേർക്കത്തില്ല കേട്ടോ. പിന്നെന്താണ്ട് ഞാനാണെങ്കിൽ അപ്പോൾ നോക്കിയപ്പോൾ എണ്ണ ഇച്ചിരി കുറവുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കൊച്ചു കുപ്പിക്കകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് കേട്ടോ. ഇതിപ്പോൾ എന്താ കുപ്പി കണ്ടില്ലേ, അത് വലിയ 2 ലിറ്റർ എണ്ണ കൊള്ളുന്ന കുപ്പിയാണ്. ഞാൻ മാസത്തിൽ 1.5 ലിറ്റർ എണ്ണ മേടിക്കും കേട്ടോ. അത് മില്ലിയിൽ നിന്നാണ് മേടിക്കുന്നത്. പിന്നെ ഞാൻ വേറെ എന്തുവാ സൺഫ്ലവർ ഓയിൽ അങ്ങനെയുള്ള എണ്ണകളൊന്നും മേടിക്കത്തില്ല. ഞാൻ വെളിച്ചെണ്ണയിലെല്ലാം പാചകം ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കാനായിട്ട് പാം ഓയിൽ വാങ്ങിക്കും. അതിനകത്താണ് ഞാൻ സ്നാക്സൊക്കെ വറുത്ത് കോരുന്നത് കേട്ടോ. അങ്ങനെ ദാണ്ട മോരൊക്കെ ചൂടാക്കി ഇറക്കിയിട്ടുണ്ട്. ഇനിയാണെങ്കിൽ മത്തൻ കറിക്ക് വറവും കൂടി ഇട്ടാൽ മതി. നമ്മൾ മത്തൻ കറിക്ക് വറവിടുമ്പോഴേ നമ്മളാണെങ്കിൽ നമ്മൾ എരിശ്ശേരികളൊക്കെ വറവിടുമ്പോൾ എന്തോ നമ്മൾ തേങ്ങയും കൂടെ ഒക്കെ വറുത്ത് ചേർക്കത്തില്ലേ. അങ്ങനെ പിന്നെ നമ്മൾ ചക്ക എരിശ്ശേരി വെക്കുമ്പോഴും പിന്നെ നമ്മൾ കഞ്ഞിക്ക് എരിശ്ശേരി കറി വെക്കത്തില്ലേ, കൂട്ടുമലക്കറി എല്ലാം കൂടി ഇട്ടിട്ട് കിഴങ്ങും ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ ഇട്ട് സാമിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇതേണക്ക് നമ്മളെന്തുവാ തേങ്ങ വറുത്തിടും കേട്ടോ. ഇപ്പോൾ ഈ തേങ്ങ വറുത്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഈ എരിശ്ശേരിയൊക്കെല്ലാം നമ്മൾ ഇച്ചിരി തേങ്ങയും കൂടെ വറുത്തിടണം കേട്ടോ. ഞാനാണെങ്കിൽ ഇതിൽ കടുക് വറുക്കുമ്പോൾ ഉള്ളി ഇടും കേട്ടോ. ഉള്ളിയും മൂപ്പിച്ച് അതിനകത്തോട്ട് വറ്റൽമുളക് ഇട്ട് പിന്നെ കറിവേപ്പില ഇടണം. നേരത്തെ പിച്ചി വെച്ചിരുന്ന കറിവേപ്പിലയാണ് ഇത്. കുറച്ച് ദിവസം ആയതാണ് കേട്ടോ. അത് ഞാൻ ടിന്നിനകത്തിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കും കേട്ടോ. ഒരു കൊപ്പായിട്ട് ഇങ്ങനെ ഒടിച്ചൊടിച്ചാണ് ഞാൻ കറിവേപ്പില എടുക്കുന്നത്, തണ്ടായിട്ട് ഇറുത്തെടുക്കുകയല്ല ചെയ്യുന്നത് കേട്ടോ. അതാണ്ട് പിന്നെ തേങ്ങയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പം നമുക്ക് എരിശ്ശേരിക്കകത്തോട്ട് ചേർക്കാം. സാധാരണ എരിശ്ശേരി ഉണ്ടാക്കുമ്പോഴേ എല്ലാവരും ഇച്ചിരി വെള്ളവും കൂടെ നല്ല ഇച്ചിരി ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇച്ചിരി ലൂസ് കുറച്ചേ ഉണ്ടാക്കത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ പൊതിഞ്ഞ് കൊണ്ടുപോകുമ്പോഴേ ചേട്ടന് ചോറ് പാത്രത്തിനകത്തൊക്കെ കൊണ്ടുപോകുമ്പോഴേ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വരും കേട്ടോ. അപ്പോൾ ഒരു കിറ്റിനകത്തൊക്കെ ഇങ്ങനെ നനവ് വരും. അത് കാരണം ചേട്ടൻ പറയും അതിൻ്റെ ഇച്ചിരി വെള്ളം കുറച്ചിട്ട് ഉണ്ടാക്കിയത്. അങ്ങനെ ഞാൻ ഇച്ചിരി വെള്ളം കുറച്ചാണ് എരിശ്ശേരി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോഴത്തേക്ക് ഇന്ന് ഞാൻ രാവിലെ കട്ടൻ ചായ ഒന്നും ചേട്ടന് ഇട്ട് കൊടുത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന കാരണം തിരക്ക് കാരണം ചേട്ടൻ പറഞ്ഞെങ്കിൽ പിന്നെ കാപ്പി കുടിക്കുമ്പോൾ ഇട്ട് തന്നാൽ മതിയെന്നേ. അങ്ങനെ പിന്നെ ചേട്ടന് പുട്ട് കൊടുത്തപ്പോൾ ഞാൻ കട്ടൻ ചായയൊക്കെ ഇട്ട് അപ്പോൾ ചേട്ടന് ആറ്റി കൊടുക്കുവാണ് കേട്ടോ.
പിന്നെയാണെങ്കിൽ ഞാൻ പാത്രങ്ങളൊന്നും ഇന്ന് കഴുകിയിട്ടില്ല. മറ്റേത് ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ പാത്രങ്ങളും കഴുകുകയും ചെയ്യും, അവിടെ തുടയ്ക്കുകയും ചെയ്യും, തുടച്ചൊക്കെ വൃത്തിയാക്കി ഇടുകയും ചെയ്യും. ഇന്നൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ചോറൊക്കെ മൊരിച്ചെടുക്കാൻ വെച്ചതാണ്. നിങ്ങളൊക്കെ ചെയ്യത്തില്ലേ അങ്ങനെ? അരി ഊറ്റിയിട്ടതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്നുകൂടെ ഒന്ന് മൊരിച്ചെടുക്കത്തില്ലേ? അങ്ങനെ മൊരിച്ചെടുത്തതാ കേട്ടോ. പിന്നെ ഇതാ ചേട്ടന് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ ഡപ്പയ്ക്കകത്തോട്ട് ഇടുക കേട്ടോ. പിന്നെ ഞാൻ അപ്പുറത്ത് പോയി ഇച്ചിരി വാഴയിലയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ വാഴയില്ല, വാഴയൊന്നും നടാനുള്ള സ്ഥലമില്ല കേട്ടോ. പിന്നെ ദാണ്ട കറികളൊക്കെ ഡപ്പായിക്കകത്താക്കുവാണേ. അധികം ചാറില്ലാതെയാണ് ഞാൻ വെക്കുന്നത്. ഈ തലക്കറി വെക്കുമ്പോഴേ ഒരുപാട് ചാറായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഇല്ല. ഇത് ഇച്ചിരി കുറുകിയിരിക്കുന്നതാണ് നല്ലത്. പിന്നെ മോരും തലക്കറിയും പിന്നെ അച്ചാറും എരിശ്ശേരിയും ഇത്രയൊക്കെയാണ് ഇന്ന് ലഞ്ചിന് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ വറുത്ത മീനും അങ്ങനെ ഒന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ എന്നും ഒന്നും വറുക്കത്തില്ല കേട്ടോ. വറുത്ത മീനൊന്നും അങ്ങനെ അധികം ഉപയോഗിക്കത്തില്ല. ഇച്ചിരി അച്ചാറോ തോരനോ അവിയലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണത്തുള്ളൂ. പിന്നെ ഒരു മീൻ കറി ഒരു ഒഴിക്കാനും ഇത്രയൊക്കെ വെക്കത്തുള്ളൂ. വലിയ ആഡംബരങ്ങളൊന്നും രാവിലെ അത്രയ്ക്കൊന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടാറില്ല എന്നതാണ് കാര്യം കേട്ടോ. പിന്നെ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി മീനൊക്കെ വറുക്കുകയോ ഒക്കെ ചെയ്യാം നമുക്ക്. അല്ലാതെ ഈ ചോറ് കൊണ്ടുപോകുന്ന സമയത്ത് രാവിലെ ഭയങ്കര പാടാണ്. ഇപ്പം ഞാനാണെങ്കിൽ പനിയും കൂടെ ഒക്കെ ആയതുകൊണ്ട് ലേറ്റായിട്ടാണ് എണീക്കുന്നത്. 6 മണിയായിട്ടാണ് ഞാൻ ഇന്ന് എണീറ്റത് കേട്ടോ. 6 മണിയായിട്ടാണ് എണീറ്റത്. പിന്നെ അത് കാരണം നമുക്ക് ഈ പെട്ടെന്നങ്ങ് പിടച്ചടിച്ച് ചെയ്യാനും പനിയൊക്കെ ആയത് കാരണം വയ്യ കേട്ടോ. അത് കാരണം എന്താണ്ട പിന്നെ ചേട്ടന് എല്ലാ കറികളും എല്ലാം പൊതിഞ്ഞ് കിറ്റിനകത്താക്കുവാണേ. അപ്പോഴത്തേക്ക് 8:45 ചേട്ടൻ ഒരുങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഇന്നാണെങ്കിൽ തുണിയൊക്കെ ചേട്ടൻ തന്നെയാണ് തേച്ചത്. മറ്റേത് എന്നും ഞാനാണ് ഷർട്ടും പാൻറ്റും ഒക്കെ തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇന്ന് കാറിലാണ് ചേട്ടൻ പോകുന്നത് കേട്ടോ. കുറേ ദിവസമായി വണ്ടി എടുത്തിട്ട് കേട്ടോ. അപ്പം വിചാരിച്ച് ഇന്നങ്ങ് വണ്ടിയിൽ പോകാമെന്ന്. അങ്ങനെ എന്നും ചേട്ടൻ കാറിലൊന്നും പോകത്തില്ല കേട്ടോ. ഞങ്ങൾ 4 പേരൂടെ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ വാങ്ങിയതാണ് കാറ് കേട്ടോ. പുതിയ കാറൊന്നുമല്ല കേട്ടോ, അവരുടെ ഓഫീസറുടെ കയ്യിൽ നിന്നങ്ങാണ്ട് വാങ്ങിച്ച കാറ്. ഓഫീസിലുള്ള ഒരു മാഡത്തിൻ്റെ കാറായിരുന്നേ. അപ്പോൾ അവർ വിറ്റപ്പം നമ്മൾ വാങ്ങിച്ച്. പിന്നെ ചേട്ടനൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മളാണെങ്കിൽ ഇതാണ്ട് ഗേറ്റൊക്കെ അടയ്ക്കുകയാണേ. ഈ വാച്ചർ പണി എന്നും എൻ്റെ ജോലിയാണ് കേട്ടോ. മക്കളെ സ്കൂളിൽ വിട്ടാലും ചേട്ടനെ ഓഫീസിൽ വിടുമ്പോഴും എല്ലാം ഈ ഗേറ്റ് അടയ്ക്കുന്ന ജോലി എൻ്റെതാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ വാച്ചറാണ് ഞാൻ. അങ്ങനെ എൻ്റെ പുട്ടും കുത്തി മാറ്റി വെച്ചിട്ട് ഇനി പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകാമെന്ന് വിചാരിച്ചിട്ടോ. പാത്രങ്ങൾ കഴുകുന്നതിന് മുമ്പ് പാലെടുപ്പത്ത് വെക്കും ഞാൻ കേട്ടോ. ആ പാല് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് അടുത്തടുത്ത് നിന്നല്ലേ ചെയ്യുന്നത്. അപ്പോൾ പാല് തിളച്ച് പോത്തുമില്ല, പാത്രം കഴുകുകയൊക്കെ നടക്കും. അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പാല് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും അത് തിളച്ചത് അടുപ്പത്ത് പോകും കേട്ടോ. അത് കാരണം ഞാൻ ഏറ്റവും അവസാനം എല്ലാ ജോലി ഒതുക്കിയിട്ട് എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് അവസാനം പാല് കാച്ചാൻ വെക്കത്തുള്ളൂ. ഇതിപ്പം ഞങ്ങൾ ഇവിടെ അടുത്ത് ഫാമുണ്ട് കേട്ടോ, പശുവിൻ്റെ ഫാമേ. അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് 1 ലിറ്റർ പാല്. അങ്ങനെ ഞാൻ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എത്ര ശ്രദ്ധിച്ച് ചെയ്താലും ഞാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ പാലടുപ്പത്ത് തിളച്ചു പോകും. ഇത് പിന്നെ ബയോവിനാണ്, നമ്മളെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. 160 രൂപ അടയ്ക്കുമ്പം കിട്ടും. ഇപ്പോൾ സ്ഥലമൊക്കെ കുറവുള്ളവർക്ക് അത് വലിയൊരു ഉപകാരമാണ് കേട്ടോ. നമുക്ക് വേസ്റ്റ് ഒന്നും വലിച്ചെറിയണ്ടല്ലേ. പിന്നെ ദാണ്ട പാല് അടുപ്പത്ത് വെച്ചേക്കുകയാണ്. ഞാൻ പെട്ടെന്ന് പാത്രം എല്ലാം കഴുകി കമ്മത്തുകയാണ്. എന്നാണെങ്കിൽ ഒരു പാത്രവും കഴുകിയില്ലായിരുന്നു. അത് കാരണം ഒരുപാട് പാത്രവും ഉണ്ടായിരുന്നു കഴുകാൻ കേട്ടോ. അപ്പോഴത്തേക്ക് ദാണ്ട് പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. പനിയായത് കാരണം ഞാനൊരു ഗ്ലാസ് കാപ്പിയും കൂടെ എടുത്തു കേട്ടോ. സാധാരണ ഞാനങ്ങനെ കാപ്പിയൊന്നും എടുക്കാറില്ല കേട്ടോ. അങ്ങനെ രാവിലെ കാപ്പി ചായ അങ്ങനെയൊന്നും കുടിക്കാറില്ല കേട്ടോ. വോയിസ് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴേ മോള് പരീക്ഷയും കഴിഞ്ഞ് വന്നായിരുന്നു കേട്ടോ. അത് കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ ഞാൻ ഇത് പിന്നെ നിർത്തി വെച്ചിട്ട് പോയി പിന്നെ മോളെ കഥ തുറന്ന് അകത്തേറ്റിട്ടാണ് പിന്നെ വന്നിരുന്ന വോയിസ് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താ കാപ്പിയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത് സാധാരണ കാപ്പിപ്പൊടി വെച്ചാണ് ഞാൻ കാപ്പി ഉണ്ടാക്കിയ, മറ്റേ ബ്രൂവിൻ്റെ പൊടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് ഞാൻ അത് വെച്ചിട്ട് ഇതാണ്ട് ഇത് ഞാൻ 2 ദിവസമായിട്ട് ആവി കൊള്ളുന്നതാണ്. ഞാൻ അതൊക്കെ ഒന്ന് ഉണക്കാനായിട്ട് വെള്ളമെല്ലാം കളഞ്ഞ് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കും. പാത്രങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ചാണ് ഉണക്കുന്നത് കേട്ടോ. അപ്പോഴാണെങ്കിൽ ഹരിതകർമ്മസേനയിൽ 2 ചേച്ചിമാർ ഇവിടെ വന്നപ്പം പറഞ്ഞു, അരകല്ലിൻ്റെ മണ്ടയിൽ വെയിറ്റുള്ള ഒന്നും എടുത്ത് വെച്ചുകൂടെ, ദോഷം അത്രയുന്നു കേട്ടോ. പിന്നെ നമ്മൾ എന്തിനാ വെറുതെ എന്താ കാരണമെന്നൊന്നും അവർ പറഞ്ഞില്ല.
പിന്നെ അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇപ്പം അരകല്ലിൻ്റെ മണ്ടയിൽ വെയിറ്റ് വെക്കത്തില്ല, അതിൻ്റെ സൈഡിലോട്ട് വെച്ചാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കേട്ടോ നമുക്ക് പാത്രങ്ങളൊക്കെ വെക്കാൻ സൗകര്യങ്ങൾ കുറവല്ലേ, അപ്പം ഉള്ള സ്ഥലത്ത് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയും സ്പേസിലാണ് ഞാൻ പാത്രങ്ങൾ ഉണക്കാൻ വെക്കുന്നത് കേട്ടോ. പിന്നാണെങ്കിൽ ഇന്നാണെങ്കിൽ എന്നും ചെയ്യുന്ന കുറേ ക്ലീനിങ് പരിപാടിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയ്ക്കകത്ത് കേട്ടോ. പിന്നെ ഞാൻ എന്താ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഗുളികയും മരുന്നുമൊക്കെ കഴിക്കുകയാണ്. ഞാൻ ആയുർവേദ മരുന്നുകളാണ് കഴിക്കുന്നത്. പനിക്കുമൊക്കെ ഞാൻ ഇവിടെ മാധവ ഫാർമസി എന്ന് പറയുന്ന ഒരു ആയുർവേദ ആശുപത്രി ഉണ്ട് കേട്ടോ, അവിടെ നിന്നാണ് മരുന്ന് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്താ ഇനി ഇവിടെയൊക്കെ അങ്ങ് തുടച്ച് കഴുകി വൃത്തിയാക്കാൻ പോവുകയാണേ. അതേ കണക്ക് തന്നെ നമ്മളെന്നും സോപ്പൊക്കെ വെക്കുന്ന പെട്ടികളുണ്ടല്ലേ, പാത്രം ഉണ്ടല്ലേ, അതെന്നും നമ്മൾ കഴുകണം, അല്ലെങ്കിൽ അതിനൊരു ബാഡ് സ്മെല്ല് വരും കേട്ടോ. അതേ കണക്ക് തന്നെ നമ്മുടെ സിങ്കിൻ്റെ സൈഡും ഭിത്തിയും എല്ലാം നമ്മളെന്നും സോപ്പിട്ട് കഴുകണം കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ എന്നും നല്ല വൃത്തിയായിട്ട് ക്ലീനായിട്ടിരിക്കും, നല്ല തിളക്കത്തോടുകൂടിയിരിക്കും, പുതിയതുപോലെ കേട്ടോ. അത്രയും ഒത്തിരി സ്പേസ് ഒന്നും ഇല്ലല്ലേ നമ്മുടെ സിങ്കിൻ്റെ 4 സൈഡ്, മറ്റേതെല്ലാം നമുക്ക് തുടച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ. എനിക്കാണെങ്കിൽ കുഞ്ഞെടുക്കള കേട്ടോ, കുഞ്ഞടുക്കള ആയതുകൊണ്ട് എനിക്ക് അധികം ഒന്നും വൃത്തിയാക്കാനില്ല കേട്ടോ. ഞാൻ സിങ്കിൻ്റെ സൈഡും ഭിത്തിയും എല്ലാം അന്നേരം തന്നെ അങ്ങ് തുടച്ച് കഴുകി വൃത്തിയാക്കാം കേട്ടോ, സോപ്പിട്ട് തന്നെ കഴുകിയെടുക്കുക. ബാക്കി എല്ലാ ഭാഗവും തുടച്ചെടുക്കാം. ബാക്കി എല്ലാ ഭാഗവും എന്ന് വെച്ചാൽ ഇത്രയും സ്പേസേ ഉള്ളൂ കേട്ടോ. ഗ്യാസ് വെക്കുന്നിടവും ആ സിങ്കിൻ്റെ സൈഡ് ഇത്രയും സ്പേസേ ഉള്ളൂ എൻ്റെ അടുക്കളയിൽ, കുഞ്ഞ് അടുക്കള കേട്ടോ. എത്ര കുഞ്ഞ് പിന്നെ വീടാണെങ്കിലും നമ്മളാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കുന്ന കണക്കെ ഇരിക്കണം കേട്ടോ. ആ ഒരു ആൾ വന്നു കഴിഞ്ഞാൽ അയ്യേന്ന് പറയരുത്. എപ്പോഴും നമ്മുടെ വീട് നല്ല വൃത്തിയാക്കി സൂക്ഷിച്ച് വെച്ചേക്കണം കേട്ടോ. അതേ കണക്ക് തന്നെ നമ്മുടെ അടുപ്പിൻ്റെ ഇടമൊക്കെ നല്ല പോലെ ക്ലീനാക്കി വെക്കണം കേട്ടോ. എന്നും തുടച്ച് നീറ്റാക്കി പൊടികളെല്ലാം തുടച്ച് നനഞ്ഞ് തുണിയിട്ട് വൃത്തിയായിട്ട് തുടച്ച് വെച്ചാൽ എന്നും നല്ല ഭംഗിയായിട്ടിരിക്കും നമ്മുടെ അടുക്കള കേട്ടോ. കുഞ്ഞി അടുക്കളയാണെങ്കിൽ നല്ല ഭംഗിയിലിരിക്കും കേട്ടോ. പിന്നെ ഇതെൻ്റെ മക്കളുടെ മുറിയാണേ. എപ്പോഴും അവർക്ക് 3 തലയണ വേണം. എൻ്റെ ഇളയാൾക്ക് ഒരു പാവയും വേണം, ഒരു തലയണയും എക്സ്ട്രാ വേണം. അങ്ങനെ പിന്നെ ഇന്ന് തുടയ്ക്കേണ്ട ദിവസമായിരുന്നേ, ഞാൻ പിന്നെ തുടച്ചില്ല പനിയൊക്കെ കാരണം. ഇത് എൻ്റെയും ചേട്ടൻ്റെയും ബെഡ്റൂമാണേ. എല്ലാം തട്ടിക്കുടഞ്ഞിട്ട് തൂത്തുവാരിയതേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഒന്നും ഞാനാണെങ്കിൽ തുടച്ചില്ല. കാര്യം എന്ന് വെച്ചാൽ വയ്യ എനിക്ക് കേട്ടോ. ഇത് ഹാള്. അപ്പം ഇന്ന് എന്നും പിന്നെ തുടക്കത്തൊന്നുമില്ല കേട്ടോ. 2 ദിവസം കൂടുമ്പോഴാണ് ഞാൻ തുടയ്ക്കുന്നത്. അപ്പോൾ 2 ദിവസത്തിൽ കൂടുതലായി ഇപ്പോൾ തുടച്ചിട്ട് കേട്ടോ. ഇനിയിപ്പോൾ നാളെ ഒന്ന് തുടയ്ക്കണം. ഇതാണ് എൻ്റെ അടുക്കള. ഇപ്പോൾ കണ്ടോ എത്രയും ഉണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവില്ല, എത്രയും ചെറുതാണെന്ന് എൻ്റെ അടുക്കളയിൽ നിന്ന് കേട്ടോ. ഇത്രയേ ഉള്ളൂ എൻ്റെ അടുക്കള കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വീടും പരിസരമൊക്കെ എത്രത്തോളം വൃത്തിയാക്കി ഇടുന്ന അത്രത്തോളം ചെറുതാണെങ്കിലും നല്ല വൃത്തിയാക്കി ഇട്ടിരുന്നാൽ നല്ല ഭംഗിയിൽ കിടക്കും കേട്ടോ. അപ്പോൾ എന്നും തുടച്ചില്ലെങ്കിലും അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കി ഇടാനെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാൻ എന്താണ്ട് എൻ്റെ അടുക്കളയും എൻ്റെ പരിസരവും എല്ലാം എന്നും ഞാൻ നീറ്റാക്കി ഇടും കേട്ടോ. പിന്നെ ആണെങ്കിൽ ഞാൻ പ്ലാസ്റ്റിക് എല്ലാം അടുക്കളയിൽ തന്നെ ഒരു ചാക്ക് വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് പറക്കി വെക്കുമേ. പിന്നെ ദാണ്ട പൊടികളെല്ലാം തൂത്ത് ദൂരെ കളയും. അങ്ങനെയാണേ. ഞങ്ങളുടെ മുറ്റം കണ്ടോ, ഞങ്ങളെ അടുക്കളയേക്കാൾ ഇച്ചിരി ഉയരത്തിലാണ് ഞങ്ങളുടെ മുറ്റം ഉള്ളത്. ഇച്ചിരി അടുക്കള ഇച്ചിരി താന്നുമാണ് കേട്ടോ. ഇതാണ് എൻ്റെ പിന്നെ സിറ്റ് ഔട്ട് കേട്ടോ. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് തൂത്ത് വൃത്തിയായി കഴിയുമ്പോൾ എൻ്റെ പണികളെല്ലാം ഒരുവിധം തീരും കേട്ടോ. എനിക്കാണെങ്കിൽ അങ്ങ് പനിയായിട്ടങ്ങ് എവിടെയെങ്കിലും കിടക്കാനുള്ള ടെൻഡൻസി ഉണ്ട് കേട്ടോ. ഇതും കൂടെ അങ്ങ് തൂത്ത് വാരിയിട്ട് അങ്ങ് കിടക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പത്രത്തിൻ്റെ കൂടെ എന്തോ ഒരു നോട്ടീസ് വന്നതൊക്കെ എടുത്ത് വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേ കണക്ക് തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കി വെക്കാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. കമൻറ്റ് ചെയ്യണം. പിന്നെന്ത് വേണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായാലേ ഇനി നമുക്ക് പുതിയ പുതിയ വീഡിയോകളൊക്കെ ചെയ്യാൻ നമുക്കൊരു മോട്ടിഫിക്കേഷൻ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.